ബിജെപിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട്. ഒരു നേതാവിനെയും മാറ്റി നിർത്തില്ല. വ്യക്തികളുടെ ടീം അല്ല, യുവാക്കളടങ്ങിയ ബിജെപിയുടെ ടീം കേരളത്തിൽ ഉണ്ടാകും. താൻ ചുമതലയേറ്റത് ഏഷ്യാനെറ്റ് ന്യൂസുമായി കൂട്ടിക്കെട്ടുന്നത് ചാനലിന്റെ വിശ്വാസ്യത തകർക്കാനാണ്. ഇപ്പോൾ ബിസിനസ്സിൽ ഇല്ലെന്നും മുഴുവൻ സമയ പൊതുപ്രവർത്തനം ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പിന്നെ ആരെ മാറ്റിവെക്കുന്ന ഒരു പ്രശ്നം വരില്ലല്ലോ. ബിക്കോസ് നമുക്ക് എല്ലാവരുടെയും അധ്വാനത്തോണ്ടല്ലേ ഈ ഒരു സക്സസ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഈ BJP കേരളത്തിൽ എത്രയോ സീനിയർ എക്സ്പീരിയൻസ്ഡ് ലീഡേഴ്സ് ഉണ്ട്, നേതാക്കന്മാരുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ മാതിരി ഇങ്ങനെ ഒരു പോപ്പുലർ ലീഡർ അത് ഏത് പാർട്ടിയിലും ഇല്ല. അങ്ങനെ സുരേന്ദ്രൻജി ഉണ്ട്, വി മുരളീധരൻജി ഉണ്ട്, കൃഷ്ണദാസ് ജി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു സിനാരിയും കാണുന്നില്ല. ഇവർ ആരും സൈഡ് ലൈൻ ആർക്കും പണിയില്ലാണ്ട് ഇരിക്കാൻ ഒരു സ്ഥിതി എനിക്ക് കാണാൻ പറ്റുന്നില്ല. ചാനൽ എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ കാണുകയുള്ളൂ ഏറ്റവും വേദന. അപ്പോൾ അത് എൻ്റെ ചാനലായിട്ട് മാറിയാൽ ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ഡൈല്യൂട്ട് ചെയ്യാനായിരിക്കും അവരുടെ പ്രയാസം. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും അതിനെപ്പറ്റി നോട്ടീസും ചെയ്യില്ല, അതിന് റെസ്പോണ്ടും ചെയ്യില്ല. എവിടെ നോക്കിയാലും യൂത്ത് BJPൻ്റെ കൂടെയാണ്. അത് എന്തുകൊണ്ട് BJP ആണ് ശരിക്കും ഈ യൂത്തിന് വേണ്ടി എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. സ്കില്ലിംഗ് ആണോ, തൊഴിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, സ്റ്റാർട്ടപ്പ് ആണോ. അപ്പോൾ ഈ യൂത്ത് വോട്ട് അത് അവർ ഒരു 10 കൊല്ലമായിട്ട് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളം ഞാനൊരു ചേഞ്ചിന് തയ്യാറാണെന്ന് പറഞ്ഞ മാതിരി ഇത് ഈ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായി. ആ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത് യൂത്താണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടീം അങ്ങനെ എൻ്റെ ടീമായിട്ട് ഒരു ടീമൊന്നും ഉണ്ടാവില്ല. ഒരു BJPൻ്റെ ഒരു ടീമുണ്ട്, ഇന്നും ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും. ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരും, ചില മാറ്റങ്ങൾ വരില്ല.